ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിന്റെ ജീവിതത്തില് സഹനമുണ്ടാകുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തില് നീ ഒറ്റപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമാണ്. ദൈവം എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ ഉണ്ടാവും, ഏകാന്തതയുണ്ടാവും, ലോകം നിങ്ങളെ മാറ്റി നിർത്തും, മറ്റുള്ളവർ നിങ്ങളെ തള്ളിപ്പറയും, ഒരു ഒറ്റപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. സ്നേഹമുള്ളവർ, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, അവനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കുവാനായിട്ട് തയ്യാറാവണം. ലോകം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് തയ്യാറാവണം. അങ്ങനെ അകന്ന് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയേക്കാം, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം, അവർ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവിടെയൊന്നും വീണു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും സഹനമുണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ തമ്പുരാനെ നമ്മൾ കുറ്റം പറയാറുണ്ടല്ലേ. വേദനയോടുകൂടി നമ്മൾ ചോദിക്കാറുണ്ട്, ഈശോയെ എന്തിനാണ് ഇതൊക്കെ എനിക്ക് തരുന്നത്? നീ എൻ്റെ കൂടെ ഇല്ല, നീ എന്താ ഇതൊന്നും കേൾക്കാത്തത്, മനസ്സിലാക്കാത്തത്? സ്നേഹമുള്ളവരെ, അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ലോകത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ പോകുന്നത് സഹനമായിരിക്കാം, വേദനകളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, ഒറ്റപ്പെടലുകളായിരിക്കാം. സ്നേഹമുള്ളവരെ, അവിടെയൊക്കെ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ സഹനം ഉണ്ടാകുമ്പോൾ തമ്പുരാനെ തള്ളിപ്പറഞ്ഞ് പോകുന്നവരുടെ എണ്ണം ഇന്നേറി വരിക. സഹനങ്ങളിൽ മാറി നിൽക്കുകയല്ല, മറിച്ച് ഈ സഹനം എൻ്റെ ദൈവം എന്തിനാണ് എനിക്ക് തന്നത്? കാരണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവന്റെ മകനും മകളുമായിട്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ സഹനങ്ങളിലൂടെ കടന്നു പോകണം. ലോകത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് തയ്യാറാവണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കാം. അവനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്, ലോകത്തിൽ നിന്ന് വേറിട്ട്, ലോകമോഹങ്ങളിൽ നിന്ന് അകന്ന്, വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.